പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം നടക്കുക. പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 9 മണി മുതൽ 10 മണി വരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് അവരവരുടെ നാടുകളിലേക്ക് ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകുക. അർദ്ധരാത്രി 12 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം പുലർച്ചെയാണ് പൂർത്തിയായത്. 13-അംഗ സംഘമാണ് വിനോദയാത്രയ്ക്ക് പോയത്. പരിക്കേറ്റ 4 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. 500 അടിയോളം താഴ്ചയിലേക്കാണ് ഈ വാഹനം വീണത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ ദുഃഖം രേഖപ്പെടുത്തി. കാരണം അത്രത്തോളം രാജ്യത്തെ നടുക്കിയ ഒരു വലിയ ദുരന്തമായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് CV അനുമോദും പൊള്ളാച്ചിയിൽ ഡാനി പോളും അപകടം നടന്ന സ്ഥലത്ത് പ്രജിത്ത് ഉണ്ട്. ആദ്യം അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, അവിടെ വലിയ വികാരനിർഭരമായ രംഗങ്ങളാണ്. അത്രത്തോളം പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. പൊതുദർശനം 9 മുതൽ 10 വരെ അവരുടെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സർക്കാരുകളുടെ ഒരു സംയുക്ത കോർഡിനേഷൻ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രജിത്ത്, നമ്മളുള്ളത് പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഗ്രൗണ്ടിൽ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ സംഭവം അറിഞ്ഞത് മുതൽ ഈ ഒരു നാട്ടുകാരൊക്കെ എങ്ങനെ ഇത് ഉൾക്കൊള്ളും എന്നറിയാത്ത വലിയ വേദനയിലായിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ അധ്യാപകർക്ക് അവർക്ക് അന്ത്യയാത്ര ചൊല്ലാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ട് യാത്ര പറയാനുള്ള സൗകര്യം അത് ഇവിടെയാണ് ഒരുക്കിയത്. ഇത് ഷിഹാബ് ഇവിടുത്തെ മെമ്പറാണ്. ഇവിടെ സ്കൂള് അവർ വർക്ക് ചെയ്യുന്ന സ്കൂള് പുറത്താണ്, പിന്നെ എൽ പി സ്കൂളാണ്. ഇവിടെ വലിയ കുറച്ചുകൂടി സൗകര്യമുള്ളത് സ്കൂൾ സൗകര്യം ഉണ്ടായതുകൊണ്ട് എല്ലാ പിന്നെ ബോഡിയും ഒരുമിച്ച് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകൾക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട്. കാരണം 7 പേര് ഈ നാട്ടുകാരും 2 പേര് കുളത്തൂരും പുലാമന്തോളും. ഇതിൽ ഒരു ടീച്ചർ വേറെ സ്കൂളത്തെയാണ്. അത് നമ്മൾ പിന്നെ UP സ്കൂള് തൊട്ടടുത്ത ഗവൺമെന്റ് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള. അതെ, എല്ലാവർക്കും പരിചയമുള്ള എല്ലാവരും. കാരണം HM ഒക്കെ പ്രത്യേകിച്ച് ഓരോരുത്തരും എടുത്ത് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഇവിടെ മജീദ് മാഷ ഭാര്യ, അങ്ങനെ എല്ലാ അധ്യാപകരും. മജീദ് മാഷ് കാഴ്ച പരിമിതി അതിജീവിച്ച് പ്രത്യേകിച്ച് പുതിയ വീടൊക്കെ വെച്ച് അതിന്റെ കുടിയിരിക്കൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മാസമായിട്ടുള്ളൂ. അദ്ദേഹത്തെ കൂടെ പറഞ്ഞുണ്ട്. അതെ 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 മരണപ്പെട്ടു പോയി. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ? ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എല്ലാ ഫീസർ 9 ഫീസറുണ്ട്. ഒരു ഫീസർ നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും പോകാനുള്ള ബാരിക്കേഡുണ്ട്. പിന്നെ വെള്ളം സൗകര്യങ്ങൾ, പിന്നെ ബോക്സ് കാര്യങ്ങൾ, എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സജ്ജീകരണവും ഇവിടെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ നാട് മുഴുവൻ 100%. ഇന്നലെ മുതലേ ഈ നാട് എന്തായാലും ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കൈലേറെ ബ്ലോക്ക് വരാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും നമുക്ക് പലർക്കും മുഴുവൻ സംസാരിക്കാൻ പോലും കഴിയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. ഇവിടെ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയും അതുപോലെ മഞ്ഞനാംകുഴിയിലെ MLAയും ഇവിടെയുണ്ട്. വലിയ തടുക്കുന്നൊരു വാർത്തയാണ്. വല്ലാത്തൊരു ദുരന്തകരമായ വാർത്തയല്ലേ. കാരണം 9 ആളുകൾ ഒരുമിച്ചൊരു നാട്ടിൽ നിന്ന്, അതൊരു സ്കൂളിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ചൊരു നാട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്ത വാർത്തയാണ്. നാടിനെ തന്നെ നടക്കുന്നൊരു സംഗതിയാണല്ലോ. പ്രദേശ അധ്യാപകരാണ്. കുട്ടികളുടെ മനസ്സിൽ ഒരുപാടേറെ തലമുറ അവരിലൂടെ വളർന്നു വന്നവരാണ്. അതിൻ്റെയൊക്കെ ഒരു വേദന സ്വാഭാവികമായൊരു നാട് ഏറ്റെടുക്കുമല്ലോ. അത്തരം ഒരു പ്രയാസകരമായ അനുഭവമാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 1 മണിക്കൂറിനകം ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. 1 മണിക്കൂറൊക്കെ ദർശനം നടത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. മഞ്ഞനാംകുഴിയിലെ MLA കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഈ അപകടം ഉണ്ടായത് മുതൽ അങ്ങ് ഇതിന്റെ കാര്യങ്ങളാണെന്നറിയാം. എന്താണ് വീട്ടിൽ അവസാനത്തിൽ? അല്ല, പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട്. 8:45 ഇടയിൽ ഇവിടെ എത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് സംസ്കരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ക്രിമേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അത് ചെയ്യും. സത്യത്തിൽ നാടൊന്നാകെ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടത്. അപ്പോൾ ആർക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അത്രയും മോശമായിട്ടൊരു ഇതാണ്. എല്ലാവരും സ്കൂളിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതൊരു വളരെ വലിയ ട്രാജഡി ആയിപ്പോയി. ഒരു അധ്യാപകൻ ഭിന്നശേഷി, കാഴ്ചപരിമിതി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപകൻ. അതെ, ഒരു അധ്യാപകനുണ്ട്, അധ്യാപകൻ മജീദ് മാഷ്.
ഒക്കെ ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വളരെ സങ്കടകരമായിട്ടൊരു സ്ഥിതി, ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. മജീദ് മാഷ് എപ്പോഴും സജീവമായിരുന്നില്ല എല്ലാത്തിനും. അതെ അതെ, മജീദ് മാഷ് നന്നായിട്ടറിയാം. ഭിന്നശേഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടറിയാം. 2 മാസം മുമ്പാണ് അവർ പുതിയ വീടൊക്കെ വെച്ച് താമസം തുടങ്ങിയത്. മാഷ കൂടെ എപ്പോഴും വൈഫും സഹായം, ആ കൂട്ടിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൈ സഹായം. അതെ അതെ അതെ. ബാക്കിയുള്ള അധ്യാപകരൊക്കെ തന്നെ ഈ നാട്ടുകാരാണുള്ളത്, അതാണ് ഏറ്റവും വലിയൊരു. അല്ല, HM പുലാമന്തോള്, വേറെ ആശ ടീച്ചർ കൊളത്തൂര്, ബാക്കിയുള്ളവരൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ്. എല്ലാവർക്കും പരിചിതരാണ്. തീർച്ചയായിട്ടും നമ്മളെ നാടിന് വളരെ ഒരു തീരാ ദുഃഖം തന്നെയാണ് ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാനൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെയാ ഇവരെ പരിചയമുള്ള? ഞാൻ ഈ ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറാണ്. എൻ്റെ മങ്കട ഉപജില്ലയിലെ ഒരു വിദ്യാലയമാണ്. ഇവിടെ സ്കൂൾ 1-2 തവണ സന്ദർശിച്ചിട്ടുണ്ട്, മോണിറ്ററിങ് നടത്താനൊക്കെ. അപ്പോൾ HM-ആയിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അറിഞ്ഞത് മുതൽ അല്ലേ. ഓക്കെ. നമുക്ക് പലർക്കും ഈ ഒരു മരണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. കാരണം ഇത്രയും പ്രിയപ്പെട്ടവർ ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് അവരെ കൂടുതലൊന്നും അവരെ പറ്റി പറയേണ്ട ആൾക്കാർ എല്ലാവരും കണ്ടുപരിചയമുള്ളവരൊക്കെ തന്നെ. ഞങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ളവരല്ലേ, എല്ലാവരും പരിചയമുള്ളവരാണ്. നാട്ടുകാരാണ് കൂടുതലും. ഈ പാങ്ങ്, പള്ളിപ്പറമ്പ് ചുറ്റുഭാഗത്തുള്ളവരാണ് എല്ലാവരും. ഇതിലിപ്പോൾ അജിത ടീച്ചർ, അതോടെ കുറച്ച് അകലുള്ളത് അജിത ടീച്ചർ, HM, ബാക്കിയുള്ള ഇവിടെ ചുറ്റുഭാഗത്തുള്ളവരാണ്. പിന്നെ അവിടെ പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയുടെ മഹലിൽ പെട്ട ആളുകളാണ്. അവിടെ തന്നെ 3 പേരുണ്ട് ആ മഹലിൽ. സാജിദ, ഷക്കീല, റംല ഒക്കെ പറയുന്ന ടീച്ചർമാർ ഒക്കെ. ഞാൻ പടപ്പറമ്പ് സ്വദേശിയാണ്, തൊട്ട അടുത്ത സ്ഥലമാണ്. ഞാനവിടെ ജോലി ചെയ്യണ, പാങ്ങിൽ ജോലി ചെയ്യുന്ന ആൾ, മദ്രസയിൽ ജോലി ചെയ്യുന്ന ആൾ. മുതൽ എല്ലാവർക്കും ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. സാജിദ എന്ന് പറഞ്ഞ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ കോട്ടക്ക അൽമാസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ പ്രധാന ഉസ്താദ് ഷംസുദ്ദീൻ ഉസ്താദിന്റെ ഒരു പെങ്ങളാണ് ഈ റംല ടീച്ചർ എന്ന് പറഞ്ഞ ആൾ. ഷക്കീല എൻ്റെ കുടുംബത്തിൽപ്പെട്ട, വിളഞ്ഞപ്പല കുടുംബത്തിൽപ്പെട്ട ഒരു ടീച്ചർ വേറെ സ്കൂളിലാണ്. അതെ, അവിടുത്തെ അടുത്ത ഒരു UP സ്കൂള്. എല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത. എങ്ങനെയായാലും കനത്ത നഷ്ടമാണ്, വിഷമാണ് എല്ലാവർക്കും. റബ്ബ് സർവശക്തൻ ക്ഷമ നൽകട്ടെ കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വലിയ ദുഃഖമാണ് നമുക്കെല്ലാം പങ്കുവെക്കാനുള്ളത്. ഓരോരുത്തർക്ക് അവരുടെ ഓർമ്മകൾ, അവർക്ക് ഇവരുമായിട്ടുള്ള ബന്ധം, ഇവരുടെ സൗഹൃദങ്ങളൊക്കെയാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. പലരും ഈ ഒരു വിഷമഘട്ടം എങ്ങനെ ഇനി മറികടക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷകരമായി പോയവരാണ്. അവരിപ്പോൾ 9 വാഹനങ്ങളിലായിട്ടാണ് തിരിച്ചെത്തുന്നത്. വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ടീച്ചറെ, ഈ സ്കൂളിലെ HM ആണ്. അജിത ടീച്ചറൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അജിതയും ഞാനും പഠിക്കണ കാലം മുതൽ തന്നെ അടുപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് PSC കിട്ടി. ഫസ്റ്റ് ഇവിടെ പാങ്ങ സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫറായി. 2 പേരും പ്ലാമന്തൂർ സ്കൂളിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തു. പിന്നെ HM പ്രൊമോഷൻ ആയപ്പോൾ ടീച്ചർക്ക് UP LP HM ആയിട്ടും എനിക്ക് ഹൈസ്കൂൾ HM ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ എന്നാലും ഞങ്ങൾ അടുത്തടുത്തായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരേ പ്രായമാണ്. അടുത്ത വർഷം ഞങ്ങൾ 2 പേരും ഒന്നിച്ച് റിട്ടയർ ചെയ്യേണ്ടവരാ. പെൻഷൻ പേപ്പറൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ആശ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കൊളത്തൂർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആശയായിട്ടും നല്ല ബന്ധമുണ്ട്. അടുത്ത ദിവസം കൂടെ ഞങ്ങൾ കണ്ട് ടൂറിൻ്റെ കാര്യമൊക്കെ പോണ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ബാക്കി എല്ലാവരെയും അറിയാം. കാരണം നമ്മുടെ സ്കൂള് പാഠപുസ്തക സൊസൈറ്റി നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ അവരെപ്പോഴും പുസ്തകം വാങ്ങാനും പുസ്തകം കൊണ്ടുവരാനൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ വർത്തമാനം പറയും. പിന്നെ ഇവിടെ മങ്കട സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അവർ എല്ലാ അർത്ഥത്തിലും ഡ്യൂട്ടി ആയിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ എല്ലാത്തിനും പിരിവിനും ഒക്കെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
അവർക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾക്ക് അവരുമായിരുന്നു നല്ല അടുപ്പുണ്ടായിരുന്നു. അവർ കുറച്ച് സ്റ്റാഫല്ലേ അവരുള്ളൂ, പിന്നെ എല്ലാവരും ലേഡീസുമാണ്. യാത്ര പോയിട്ട് വിളിച്ചിരുന്നു? അല്ല, യാത്ര പോയിട്ട് വിളിച്ചിട്ടില്ല. അവസാനമായിട്ട് സ്കൂൾ പൂട്ടിയ സമയത്തായിരിക്കും. ഞങ്ങൾ തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രോഗ്രാം, നമ്മളെ ഹോക്കി കുട്ടികൾ നാഷണൽസ് കളിക്കുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവരെ അനുമോദിക്കാൻ വേണ്ടി ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അതിന് ഇന്നലെ ക്ഷണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഈ സംഭവം കേൾക്കണം. ഈ ദുഃഖമെല്ലാം മറികടക്കാൻ കഴിയട്ടെ, മാത്രമേ നമുക്ക് പറയാനും. കാണാൻ സഹിക്കാൻ പറ്റണില്ല ഈ 9 എണ്ണം അങ്ങനെ നിരന്നിരിക്കണം. ടീച്ചർക്ക് കുറച്ച് ആത്മബന്ധം ഉണ്ട്. അജിത ടീച്ചറുടെ സഹപാഠിയാണ്, ഒപ്പം ജോലി ചെയ്തവരാണ് ഒരു സ്കൂളിൽ. അതേപോലെ ആശ ടീച്ചർ ഈ ടീച്ചറുടെ ശിഷ്യയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടുതലൊന്നും അവരോട് ചോദിച്ച് അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാം. കൂടുതലൊന്നും അവരോട് ചോദിക്കാൻ കഴിയില്ല. അത്രമാത്രം ആത്മബന്ധമുള്ളവരാണ് ഇവിടെ എത്തിച്ചേർന്ന പലരും. ഇതിൽ അധ്യാപകരുമുണ്ട്, തങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുട്ടികളുടെ അധ്യാപകരാണ്. അപ്പോൾ കുട്ടികളുണ്ടാകും. അങ്ങനെ ഈ ഒരു വേദനയെ ഈ നാട് എങ്ങനെ മറികടക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ എന്നുള്ളതൊക്കെ ആണ് അറിയേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ഇവിടെ പൊതുദർശനത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. 9 പേടകങ്ങൾ അത് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ അവധി ദിവസങ്ങൾ സന്തോഷകരമായി ആഘോഷിക്കാൻ പോയവർ 9 ആംബുലൻസുകളിലായിട്ടാണ് മടങ്ങി വരുന്നത്. ഒരു വണ്ടിയിൽ പോയവർ 9 വണ്ടികളിലായിട്ട് മടങ്ങി വരുന്ന ഒരു വേദനാജനകമായ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മളിവിടെ ഇനി കാണേണ്ടി വരിക. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഈ ഒരു നാട് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സംഭവം അറിഞ്ഞത് മുതൽ ഇവിടെയുള്ള ആളുകളൊക്കെ ഉറക്കമൊഴിച്ചും ഒക്കെ ഈ പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഒക്കെ മുൻകൈയെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് ഇവരുടെ വീരാധ്യാപകർക്ക് അവസാനമായിട്ട് യാത്രയപ്പ് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്, ഒരുക്കമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു വഴിയിലൂടെ ഇതുവഴി കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ, ഒരു വരിയായി കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 8:30 ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെർപ്പശ്ശേരി വഴിയായിരിക്കും വരിക. അതാണ് ദൂരം കുറവുള്ള വഴി. അതിനുശേഷം 1 മണിക്കൂറോളം സമയം സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ച പോലെ പള്ളി, മഹല്ല്, ഖബർസ്ഥാനുകളിലായിരിക്കും നടക്കുക. അതുപോലെ 2 അധ്യാപകരുടെ, അജിത ടീച്ചറുടെ, ആശ ടീച്ചറുടെയും, അത് അവരുടെ ഒന്ന് ഷൊർണൂരിലെ ശാന്തി തീരത്തിലായിരിക്കും അജിത ടീച്ചറുടെ സംസ്കാരം നടക്കുക. ആശ ടീച്ചറുടെ കുളത്തൂർ തറവാട്ട് വീട്ടിലാകും ഉണ്ടാവുക. അതേപോലെ അബ്ദുൽ മജീദും അധ്യാപകനാണ്, കാഴ്ചപരിമിതിയുള്ള അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ. ഇവരുടെ സംസ്കാരം പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും, റംല ടീച്ചറുടെയും സ്കൂളിലെ പാചകത്തൊഴിലാളിയായ സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലുമായിരിക്കും നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ അധ്യാപികയായ സുഹറയുടെയും മകൻ ഹാഷിമിൻ്റെയും സംസ്കാരം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിലധികം സമയം ഒരുപക്ഷെ ഈ പൊതുദർശനം നീളാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. എത്ര കുട്ടികൾ വരും, എത്ര നാട്ടുകാർ വരും, എത്തിച്ചേർന്നവർക്ക് എല്ലാം അവസാനമായിട്ട് ഇതിനൊക്കെ കണ്ട് യാത്ര പറയാനുള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. എന്നാണെങ്കിലും വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ നാടൊന്നാകെ. രഞ്ജിത്ത്. വികാരനിർഭരമായ രംഗങ്ങളാണ് സ്കൂളിൽ. ഇന്നലെ വരെ ഈ സ്കൂളിൻ്റെ ഭാഗമായിരുന്നവർ, ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവർ, അത്തരത്തിലുള്ള 9 ആളുകളുടെ മരണം വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി 3-4 ജീവനക്കാർ മാത്രമാണ് ഈ സ്കൂളിൽ അവശേഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ എത്രത്തോളം ദുഃഖകരമാണ് ഈ സംഗതി എന്നുള്ള, ഈ സംഭവം, ഈ വലിയ അപകടം എന്നുള്ളത്